ആമ്പർത്ത് ഫാംസിന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് 45 ദിവസത്തിന് ശേഷം ഞങ്ങൾ ഇട്ട നെല്ലിക്കയുടെ വൈൻ എടുക്കുന്നതാണ്. ഒരു കുപ്പിയിലും 2 ഭരണിയിലുമാണ് ഞങ്ങൾ വൈൻ ഇട്ടിട്ടുള്ളത്. ആദ്യം തന്നെ അവ കെട്ടിവെച്ച പ്ലാസ്റ്റിക്കിന്റെ കവർ അഴിച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ ടൈറ്റാക്കിയായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ കവർ കെട്ടിയിരുന്നത്. ഈ കവറുകൾ ഓരോന്നായിട്ട് അഴിച്ചെടുക്കുകയാണ്. കവറുകൾ മാറ്റിയപ്പോൾ തന്നെ വൈനിന്റെ സ്മെല്ല് നല്ല രീതിയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഭരണിയുടെ മൂടി ഒരു തുണി ഉപയോഗിച്ചാണ് കെട്ടിയിട്ടുള്ളത്. അതിനാൽ ആ തുണി അഴിച്ചു മാറ്റുകയാണ് ആദ്യം ചെയ്യുന്നത്. ഓരോന്നിന്റെയും മൂടികൾ മാറ്റിയപ്പോൾ ഞങ്ങൾ ഇട്ട നെല്ലിക്ക ഈ പരുവത്തിലായിട്ടുണ്ട്. അല്പം പോലും വെള്ളം ഒഴിക്കാതെ ഇട്ട ഈ നെല്ലിക്ക നല്ല രീതിയിൽ ചുരുങ്ങി നല്ല വൈനായി മാറിയിട്ടുണ്ട്. ഓരോ ഭരണിയിലെയും നെല്ലിക്ക ഒരു പാത്രത്തിലേക്ക് അരിപ്പയിലൂടെ അരിച്ചെടുത്ത് ഒഴിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വൈന് കിട്ടിയിട്ടുണ്ട് ഈ ഭരണിയിൽ നിന്ന് തന്നെ. അരിച്ചെടുത്ത ശേഷം ബാക്കി വന്ന നെല്ലിക്ക നമ്മൾ ഈ ബേസണിലോട്ട് ഇടുകയാണ്. കുറച്ച് ദിവസം കൂടെ വെച്ചാൽ ഒന്നും കൂടെ നെല്ലിക്ക ചുരുങ്ങി കിട്ടാൻ സാധ്യതയുണ്ട്. ചില്ലുകുപ്പിയിൽ ഇട്ടുകൊണ്ട് ഇതിലുണ്ടായ വൈനും നെല്ലിക്കയും നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലുള്ള വൈനും നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. നല്ല മൂപ്പായ നെല്ലിക്ക ഇട്ടത് കൊണ്ടാണ് ഇത്രയും വൈൻ കിട്ടിയത്. ഞങ്ങൾ എടുത്ത പാത്രം നിറഞ്ഞതിനാൽ ഇതൊരു കുപ്പിയിലേക്ക് മാറ്റി ഒരു ഭരണിയിലൂടെ നമുക്ക് എടുക്കാനുണ്ട്. അപ്പം ഇതൊരു കുപ്പിയിലേക്ക് മാറ്റുകയാണ്. അത്യാവശ്യം നല്ല വൈന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാത്രം പെട്ടെന്ന് തന്നെ നിറഞ്ഞത്. ഒരു വട്ടം നമ്മൾ അരിച്ചതിനാൽ വീണ്ടും അരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊരു 2 ലിറ്ററിന്റെ കുപ്പിയാണ്. 2-2.5 ലിറ്റർ വരെ ഈ കൊള്ളും. ലാസ്റ്റ് ഉള്ള ഭരണിയിലേതും കൂടെ നമ്മൾ അരിച്ചെടുക്കുകയാണ്. ഇതിന്റെ അളവ് കൂടെ കിട്ടിയാൽ നമുക്കറിയാം എത്ര വൈന് നമുക്ക് മൊത്തം നെല്ലിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന്. 3 ഭരണിയിൽ നിന്ന് കിട്ടിയ വൈൻ ഒരുമിച്ച് മിക്സ് ചെയ്യാണ്. നമ്മൾ 5 ലിറ്ററിന്റെ ഒരു ബോട്ടിലോട്ട് ഇത് മൊത്തം ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഏകദേശം നമുക്ക് എത്ര വൈന് കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഒരു കുപ്പിയിൽ വേരിയേഷൻ വന്നാലും നമുക്ക് ടേസ്റ്റ് ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ അത് റെഡിയായി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുപ്പിയിലുള്ളത് ഒഴിച്ചു. ബാക്കിയുള്ള വൈനും കൂടെ നമ്മൾ ഈ 5 ലിറ്ററിന്റെ ബോട്ടിലേക്ക് ഒഴിക്കുകയാണ്. 3 ചെറിയ ഭരണിയിൽ നിന്നും ആകെ ഇത്ര വൈനാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 6 കിലോ നെല്ലിക്ക ഞങ്ങൾ വൈനാക്കാൻ ഇട്ടിരുന്നു. അതിൽ നിന്നും ഏകദേശം 4.5 ലിറ്റർ വൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇത്ര ഗ്യാപ്പ് കൂടെ ഫിൽ ആവാനുള്ളൂ. അപ്പൊ 4.5 ലിറ്റർ വൈനെങ്കിലും ഇതിലുണ്ടാവും. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എടുത്ത വൈനൊന്ന് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. നല്ല രുചിയുണ്ട് വൈനിന്. കാട്ടുനെല്ലിക്ക ആയതിനാൽ അല്പം പുളിയുണ്ടെങ്കിലും അതിനോടനുസരിച്ചുള്ള മധുരവും കൂടെ വന്നപ്പോൾ നല്ല ടേസ്റ്റായി മാറിയിട്ടുണ്ട്. 1 വർഷത്തേക്ക് ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള വൈനാണിത്. സൂപ്പർ. 1 വർഷത്തേക്ക് ഞങ്ങൾ ഉപയോഗിക്കാനുള്ള വൈനാണിത്. അടുത്ത നെല്ലിക്കയുടെ സീസൺ ആകുമ്പോഴത്തേക്ക് മാത്രമേ ഇനി ഞങ്ങൾക്ക് വൈൻ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല നാടൻ നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.